ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. മെയിനായിട്ട് നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് ഒരുപാട് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കമൻസൊക്കെ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല കമൻസൊക്കെ എല്ലാവരും പറയുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ രാവിലെ നേരത്തെ ഷോപ്പൊക്കെ തുറന്ന് വെച്ചു കേട്ടോ. ഷോപ്പ് നേരത്തെ തുറന്ന് വെച്ചു. ഇന്ന് മോൾക്ക് ലീവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് വൈകി, എണീക്കാനൊക്കെ കുറച്ച് വൈകി. പിന്നെ ഷോപ്പ് തുറന്ന് വെച്ച ശേഷം പിന്നെ അടുക്കളയ്ക്ക് വന്നു. പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ തുണികളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായി അലക്കിയിട്ട്, അപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ട് തുണി അലക്കാനിട്ടിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. പിന്നെ ഇന്ന് ഫുഡ് നമുക്ക് എന്താ വെക്കുന്നതെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇഡലിയാണ് കേട്ടോ. ഇന്ന് ഉണ്ടാക്കുന്ന ഇഡലിയാണ്. ഇഡലിയും പിന്നെ സാമ്പാറും വെക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ പിന്നെ നമുക്ക് രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിക്കും ആയി, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിനും ആയി. അപ്പോൾ രണ്ടിനും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഏട്ടൻ വരുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കൊക്കെ പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ട് കേട്ടോ. മത്തി ഇന്നലെ വാങ്ങിച്ചത് കുറച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്. അപ്പോൾ അത് വൈകുന്നേരം മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ളത് മാത്രമേ ഇപ്പോൾ വെക്കണുള്ളൂ. വൈകുന്നേരത്തേക്ക് പിന്നെ എന്തായാലും മീൻകറി വെക്കണം. അപ്പോൾ അത് വൈകുന്നേരത്തെ പണിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ചോറ് വെക്കുന്നുണ്ട്. രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സാമ്പാറും വെക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ഇന്നത്തെ അടുക്കളയിലെ പരിപാടികൾ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോൾക്ക് ലീവാണ്. അപ്പോൾ അവൾക്കൊന്ന് തലയൊക്കെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് നന്നായി എണ്ണ തേച്ച് കുറച്ച് നേരം വെച്ച് കുളിക്കുന്നത്. ഇടയിൽ തല കഴുകും 2 ദിവസം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തേച്ച് കഴുകാനും ഒന്നിനും സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്കൂളിൽ ലീവുള്ള ദിവസമാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തലയൊക്കെ തേച്ച് കഴുകും. പിന്നെ എണ്ണയൊക്കെ തേച്ച് വെച്ച് കുറച്ച് നേരം ഇരുന്ന് പിന്നെ എന്തെങ്കിലും നാച്ചുറൽ റെമഡീസൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഹെയറിൽ മോൾക്ക് ചിലപ്പോൾ താളിയൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ലില്ലേ അത് ചെയ്ത് കൊടുക്കാറുണ്ട്. അലോവേര ജെല്ല് അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ജലദോഷവും ചുമയും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ തണുപ്പുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ കുറച്ചായിട്ട് 2 ആഴ്ചയായിട്ടോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഞാനൊരു സൂപ്പർ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റോസ്മേരി വാട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ഹെയറിലൊക്കെ ഒന്ന് ടോണറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായിട്ടോ ഞാൻ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാനും മോളും അത് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതാണ്, മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് റോസ്മേരി ലീവ്സ് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മോളും അപ്പോൾ ഒരാഴ്ചയായി. അപ്പോൾ റോസ്മേരി ലീവ്സിലെ അത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചു. അതും പിന്നെ ഉലുവയും രണ്ടും കൂടി വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ രാവിലെ അതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. ഒരു 10 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുത്തു. എന്നിട്ട് ചൂടാറിയ ശേഷം സ്പ്രേ ബോട്ടിലാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ അതും നമ്മുടെ സ്കാൽപ്പിൽ മാത്രം നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതാണ് കേട്ടോ. അപ്പം മോൾക്ക് അതൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ മോളിനെ കുളിപ്പിച്ചു. പിന്നെ അതിന് ശേഷം ഞാനൊന്ന് മേല് കഴുകിയുള്ളൂ കേട്ടോ. ഇന്ന് തല നനച്ചില്ല. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ഉച്ചയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് സാമ്പാർ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ മാങ്ങ ഉപ്പിലിട്ടുണ്ടല്ലോ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മോൾക്ക് എന്തായാലും മുട്ട വേണം പറഞ്ഞു കേട്ടോ. മുട്ട വറുക്കണം പറഞ്ഞു. അപ്പോൾ അവൾക്കായിട്ടൊരു ഓംലേറ്റ് വറുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മീനുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. മീൻ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിനൊരു 3 എടുത്തിട്ട് വറുക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഉപ്പും മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മീൻ വറുത്തതും പിന്നെ മോൾക്ക് മുട്ട വറുത്തതും പിന്നെ കണ്ണമ്മച്ചിക്ക് സാമ്പാറും ഉണ്ട് കേട്ടോ. മുട്ട വറക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു. അപ്പോൾ പിന്നെ സാമ്പാർ മതി പറഞ്ഞു കേട്ടോ. ദോശയാണല്ലോ കഴിക്കുന്നത്, അപ്പോൾ സാമ്പാർ മാത്രം മതി എന്നും പറഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങൾ മുട്ട വറുത്ത് കഴിഞ്ഞ് പിന്നെ മോൾക്ക് ചോറ് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ മത്തി 3 വറുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ചുണ്ട്, അത് ഞാൻ വൈകുന്നേരം ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം മീനൊക്കെ വറുത്ത് കഴിഞ്ഞു. അങ്ങനെ ഉച്ചത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഫുഡ് കഴിക്കലും പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ തുണികൾ നമ്മൾ വാഷിംഗ് മെഷീൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇടയിലൊന്നും എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ, വിരിച്ചിടാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. ഉച്ചയായിട്ടോ. ഉച്ച പറഞ്ഞൊരു 2-2:30 സമയമാണ് തോന്നുന്നു കേട്ടോ.
ആ സമയത്താണ് കേട്ടോ ഞാൻ വിരിച്ചിടുന്നത്. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. പിന്നെ തൊടിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മാവുള്ളതുകൊണ്ട് അതിൽ നിറയെ കട്ടുറുമ്പും ഭയങ്കര ശല്യമാണ് കേട്ടോ അവിടുത്തെ അയൽ. അതുകൊണ്ട് ഞാൻ അവിടെ അധികം തുണികൾ ഇടുന്നില്ല കേട്ടോ, ഇവിടെ തന്നെയാണ് ഉണക്കാറ്. പിന്നെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ താഴെ ഒറ്റൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണങ്ങും, പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ ഞാനിവിടെയാണ് കേട്ടോ തുണികളൊക്കെ വിരിച്ചിടാറ്. പിന്നെ ഷോപ്പിൽ ഉച്ച സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഉച്ച സമയത്തൊന്നും റോഡിലധികം ആൾക്കാരെ ഉണ്ടാവില്ല, കാരണം ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് തന്നെ ആരും പുറത്തിറങ്ങുന്നില്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും 3:30-4 മണിക്ക് ശേഷമേ ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ വരുള്ളൂ. അപ്പോൾ ഷോപ്പിലൊന്നും ഞാൻ അധികം ഇരിക്കണില്ല കേട്ടോ ഉച്ച സമയത്ത്. അപ്പോൾ കാണാം ചേച്ചി അകത്തുണ്ട്, ദോശയൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കണം. മോള് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ മോളുടെ അടുത്തില്ലേ ഒരു ഡാൻസ്, എനിക്കൊരു റീൽസ് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡാൻസിൻ്റെ ഡാൻസ് അപ്പോൾ മോൾ എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റെപ്പുകളൊക്കെ. അപ്പോൾ മോള് പറഞ്ഞു എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കേട്ടോ. സ്റ്റെപ്പ് ഞാൻ അമ്മയ്ക്ക് പഠിപ്പിച്ച് തരാം, അതുപോലെ കളിച്ചാൽ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ചെയ്യാമെന്ന് വെച്ചിട്ട് അത് അവൾ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരി കുറച്ച് നേരം പറഞ്ഞതാ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഡാൻസ് അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല കേട്ടോ, ഡാൻസ് കളിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല. അപ്പം മോൾ നന്നായി കളിക്കും കേട്ടോ, മോൾ നന്നായി കളിക്കും. സ്കൂളിലൊക്കെ ഡാൻസ് പ്രോഗ്രാം എല്ലാത്തിലും പങ്കെടുക്കും. ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് കേട്ടോ, പിന്നെ ഇടയിൽ വെച്ച് നിർത്തിയിട്ടോ. പക്ഷേ ഡാൻസ് നന്നായി കളിക്കും, വീട്ടിലാണെങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അവളും എനിക്ക് ഡാൻസൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റീൽസ് ഞാൻ അടുത്തായിട്ട് ഇടാം കേട്ടോ. അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. ആകെ 1 മിനിറ്റ് പോലും ഇല്ല കേട്ടോ, അതുപോലും പഠിക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കുറേ ടൈം എടുത്തു കേട്ടോ പഠിക്കാനായിട്ട്. പിന്നെ അതിന് ശേഷം പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെയിനില്ലേ താലി, അതിൻ്റെ അറ്റത്തിരി വിട്ട് നിൽക്കണു കേട്ടോ. അപ്പോൾ അമ്മ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ താലിയുടെ അറ്റത്തിരി വിട്ട് നിൽക്കണു. അപ്പോൾ അതെന്തായാലും വിളക്കിയിട്ട് വരണം എന്ന് പറഞ്ഞു കേട്ടോ. വിളക്ക് പറഞ്ഞാൽ അത് ജോയിൻ്റ് ചെയ്യില്ല, അങ്ങനെ ചെയ്തിട്ട് വരണം പറഞ്ഞു. ഇപ്പം തന്നെ പൊയ്ക്കോ, ഞാൻ ഷോപ്പിലിരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അമ്മ. അങ്ങനെ ഞാനും മോളും കൂടി ഒരു ഓട്ടോ എടുത്തിട്ട് തത്തമംഗലത്ത് പോയിട്ടോ. നമ്മുടെ പോണ വഴിയാണ് ഇതൊക്കെ. അവിടുത്തെ ഒരു ചെറിയ ജ്വല്ലറിയിൽ പോയി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്വർണ്ണമൊന്നും ചേർക്കണില്ല കേട്ടോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ്റ് ചെയ്യാൻ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കുറച്ച് നേരം അവിടെ സമയം പോയി. പിന്നെ അതിന് ശേഷം ഞാനും മോളും തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അതാണ് കറക്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് പൊട്ടാനായി നിൽക്കുകയായിരുന്നു കേട്ടോ, ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അറിയാതെ തന്നെ താഴെ വീഴും. അപ്പോൾ അത് കൈയോടെ അത് ശരിയാക്കിയിട്ട് വന്നു. പിന്നെ വന്ന ശേഷം പിന്നെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചായ കുടിച്ചിട്ട് വേണം ഇനി അടിച്ചു വാരി തുടയ്ക്കാൻ. അപ്പോൾ ഇതാ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ മാത്രമേ ചായ കുടിക്കണം കേട്ടോ, ഞാനും കാണിച്ചു ചേച്ചിയും. മോള് പിന്നെ അതൊന്നും കുടിക്കില്ലല്ലോ എപ്പോഴും. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ എല്ലാം അവിടെ നിന്ന് അടിച്ചു തുടച്ചു. അപ്പം ഇന്ന് എന്തായാലും ശനിയാഴ്ച ഏട്ടൻ വരുന്ന ദിവസമാണ്. ഇന്ന് കുറച്ചധികം നന്നായി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കേൾക്കൂട്ടോ, അങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും തുടയ്ക്കാറുണ്ട്, ഒന്ന് സ്പെഷ്യലായിട്ട് തുടച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞു. മത്തി വാങ്ങിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം മത്തി കറി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയിൻ വിളക്കാൻ പോയിണ്ടായിരുന്നില്ലേ ജോയിൻ്റ് ചെയ്യാൻ, അപ്പോൾ അവിടെ നിന്ന് പൂളക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂളക്കിഴങ്ങും പിന്നെ മഷ്റൂമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മഷ്റൂം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ, നാളെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ പൂളക്കിഴങ്ങ് വേവിക്കാൻ വിചാരിച്ചു. അപ്പോൾ മത്തിക്കറിയും പൂളക്കിഴങ്ങും കൂടി നല്ല കോമ്പിനേഷൻ അല്ലേ, അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് വേവിക്കാൻ വെക്കണം. അപ്പോൾ പിന്നെ ചോറ് കുറച്ചിരിപ്പുണ്ട് കേട്ടോ, ഉച്ചത്തെ ചോറ് വേറെ കുറച്ചിരിപ്പുണ്ട്. പിന്നെ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കാമല്ലോ, മാവുണ്ടല്ലോ. അപ്പോൾ ദോശയോ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാത്രിക്ക് ഫുഡ് വന്നിട്ട് എന്താണ് പൂളക്കിഴങ്ങും അതുപോലെ തന്നെ മത്തിക്കറിയാണ് കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂളക്കിഴങ്ങും മീൻചാറിൻ്റെ കൂടെ പൂളക്കിഴങ്ങ് കഴിക്കാൻ. അത് നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ, ഏട്ടനും ഇഷ്ടമാണ്. പിന്നെ ചോറും ഉണ്ട്, തികഞ്ഞില്ലെങ്കിൽ പിന്നെ അതും തികഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് മാവും ഉണ്ടല്ലോ, അപ്പോൾ അത് മതി പറഞ്ഞിട്ട്. പിന്നെ ഷോപ്പ് അടച്ചു കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ഇടയിലാണ് കേട്ടോ ഞാൻ വന്നിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇടയിൽ കസ്റ്റമർ വന്നതാണ് കോളിംഗ് ബെൽ അടിച്ചത് കേട്ടോ. പിന്നെ അവിടെയൊക്കെ പോയി വന്നു. പിന്നെ ഇതാ പൂളക്കിഴങ്ങ് എല്ലാം തോലൊക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വെച്ച് ഒരു 2 വിസിൽ വെക്കണം കേട്ടോ, അപ്പോഴേ അത് വേവുള്ളൂ. ഒരുപാട് വിസിൽ വന്നാൽ അത് കുഴയും ചെയ്യും. ഒരുപാട് വെന്താൽ നന്നായിട്ടുണ്ടാവില്ല, ഒരുപാട് വെന്തില്ലെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല കേട്ടോ. ഇടയിലത്തെ ഒരു വേവില്ല, അതാണ് കേട്ടോ നന്നായിരിക്കുക. നമ്മൾ ചാറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ചിലർക്ക് കുഴകുഴാന്നിരിക്കണതായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഇവിടെ അധികം അങ്ങനെ കുഴകുഴാന്ന് വെക്കില്ല കേട്ടോ.
ഒരു മീഡിയം വേവ് അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതാ മോള് വന്നിട്ട് നാരങ്ങ വെള്ളമൊക്കെ പിഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിഴിയാൻ പോയതായിരുന്നു. അപ്പോൾ ആ മോള് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവളിത് നാരങ്ങ വെള്ളം നാരങ്ങ പീച്ചുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ എന്നെ പീച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ ഉപ്പിട്ടിട്ടാണ് കുടിക്കുക കേട്ടോ. ഇത് ഭയങ്കര ടയേർഡായ പോലെ തോന്നിട്ടോ. ഞാൻ ഉച്ചയ്ക്ക് അവിടെയൊക്കെ പോയിട്ട് വന്നില്ലേ തത്തമംഗലത്ത്. പിന്നെ ഒന്ന് കുറച്ചധികം പണി ഉണ്ടായിരുന്നു കേട്ടോ പകലൊക്കെ. എന്താ പറയുക, ഷോപ്പിൽ കുറച്ചധികം ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പൂളക്കിഴങ്ങൊക്കെ വെന്തു. പിന്നെ ഞാൻ ഷോപ്പൊക്കെ അടച്ച് പിന്നെ മേലൊക്കെ കഴുകി വന്നു കേട്ടോ. പിന്നെ അത് മാവ് അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണം ചേച്ചിയുടെ ദോശയ്ക്കുള്ള മാവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മിക്സിയിലാണ് അരയ്ക്കാറ്. അത് പിന്നെ കുറച്ചായതുകൊണ്ട് ഒരാൾക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിയിലാണ് കേട്ടോ അരയ്ക്കാറ്. അപ്പോൾ ആ പണിയിലാണ്. അപ്പം ഇന്ന് രാത്രിക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല